ഇന്ത്യൻ കറൻസിയിൽ 1 രൂപ നാണയം ചെറുതായി തോന്നുമെങ്കിലും അതിന് പിന്നിലെ കഥ ചെലവേറിയതാണ്. ഈ നാണയം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കൂടുതലാണ്. ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ചെറുകിട വ്യാപാരികൾക്കും ബസ് കണ്ടക്ടർമാർക്കും സാധാരണക്കാർക്കും 1 രൂപ നാണയം ഇപ്പോഴും വളരെ ഉപയോഗപ്രദമാണ്. 2018 വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചൊരു ചോദ്യമനുസരിച്ച് 1 രൂപ നാണയം നിർമ്മിക്കാൻ ശരാശരി 1.11 രൂപ ചെലവായിരുന്നു. അതായത് 1 രൂപ നാണയം വിപണിയിലെത്തിക്കാൻ സർക്കാരിന് അതിലും കൂടുതൽ ചെലവാക്കേണ്ടി വരുന്നു. പണപ്പെരുപ്പം കാരണം ഈ ചെലവ് ഇപ്പോൾ കൂടുതലായിരിക്കുമെന്ന് വിദഗ്ധരും പറയുന്നു. ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുകയാണ്. ഈ നാണയം പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ വ്യാസം 21.93 മില്ലിമീറ്ററും കനം 1.45 മില്ലിമീറ്ററും ഭാരം 3.76 ഗ്രാമുമാണ്. ചെറുതായി കാണപ്പെടുമെങ്കിലും ഇത് നിർമ്മിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ ആവശ്യമാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ 2 രൂപ നാണയത്തിന്റെ ഉൽപാദന ചെലവ് ഏകദേശം 1 രൂപ 28 പൈസയും 5 രൂപ നാണയത്തിന്റെ ഉൽപാദന ചെലവ് 3 രൂപ 69 പൈസയും 10 രൂപ നാണയത്തിന്റെ ഉൽപാദന ചെലവ് 5 രൂപ 54 പൈസയുമാണ്. എന്നാൽ 1 രൂപ നാണയത്തിന്റെ ഉൽപാദന ചെലവ് അതിന്റെ മൂല്യത്തെക്കാൾ കൂടുതലാണ്. ഇന്ത്യയിലെ നാണയങ്ങൾ മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് നിർമ്മിക്കുന്നത്. അവിടെ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നാണയങ്ങൾ നിർമ്മിക്കുകയും പിന്നീട് റിസർവ് ബാങ്ക് വഴി രാജ്യത്തുടനീളം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാണയ ഉൽപാദനം കുറഞ്ഞു വരികയാണ്. 2017 90 കോടി നാണയങ്ങൾ നിർമ്മിച്ചപ്പോൾ 2018 അത് 63 കോടിയായി കുറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ പ്രോത്സാഹനമാണ് പ്രധാന കാരണം. ഇപ്പോൾ ആളുകൾ UPI, ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ വഴി ചെറിയ തുകകൾ പോലും പണം നൽകുന്നു. QR കോഡ് സ്കാൻ ചെയ്ത് പണം അടയ്ക്കാനുള്ള എളുപ്പം നാണയങ്ങളുടെ ആവശ്യകത കുറയ്ക്കുന്നു. അതുപോലെ നോട്ടുകൾ നിർമ്മിക്കുന്നതിനും ചിലവുണ്ട്. ഉദാഹരണത്തിന് 10 രൂപയുടെ 1000 നോട്ടുകൾ അച്ചടിക്കാൻ 960 രൂപ ചെലവാകും. എന്നാൽ 500 രൂപ നോട്ടുകളുടെ 1000 സ്റ്റിക്കുകൾ അച്ചടിക്കാൻ 2290 രൂപ മാത്രമേ ചിലവാകൂ. അതായത് മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അച്ചടി ചെലവ് കുറയുന്നു. ഇക്കാരണത്താൽ വലിയ മൂല്യമുള്ള നോട്ടുകൾ നിർമ്മിക്കുന്നത് സർക്കാരിന് ലാഭകരമാണ്.